ഹായ്, ഞാൻ ശ്രീകല PR, ഫാമിലി കൗൺസിലർ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എഫക്റ്റീവ് പേരൻറ്റിംഗ് ആണ്. നമ്മളൊക്കെ നമ്മളുടെ മക്കളെ ഒരു കുറവുമില്ലാതെ വളർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഭംഗിയായി ധാരാളിത്തത്തോടെ വളർത്താനാണ് പല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ കടന്നു വന്ന വഴികളിൽ ദാരിദ്ര്യമോ കഷ്ടപ്പാടുകളോ ഒക്കെ സഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കൾ അത്തരത്തിലൊരു കഷ്ടപ്പാടും സഹിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ മക്കളെ സന്തോഷമായി ധാരാളിത്തത്തിൽ വളർത്താൻ തന്നെയാണ് മിക്ക മാതാപിതാക്കളും ശ്രമിക്കാറുള്ളത്. കുട്ടികളെ നന്നായി വളർത്തി നല്ല പൗരന്മാരായി വളർത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ സമയം, ഡെഡിക്കേഷൻ, ക്ഷമ ഒക്കെ അത്യാവശ്യ ഘടകങ്ങളാണ്. ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആകാൻ പ്രാപ്തരാക്കുക. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക. 2 വയസ്സോടുകൂടി ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തിരിക്കണം. അടുക്കും ചിട്ടയോടും കൂടി കളിപ്പാട്ടങ്ങൾ അടുക്കി വയ്ക്കാനും അവരെ പ്രാപ്തരാക്കണം. അവർ ചെയ്യുന്ന ഓരോ ഇത്തരം കാര്യങ്ങൾക്കും പ്രോത്സാഹനവും ചേർത്ത് പിടിച്ച് ഇഷ്ടമുള്ള സ്വീറ്റ്സൊക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. അതുമൂലം അവരിൽ ഡിസിപ്ലിനും ആത്മവിശ്വാസവും വർദ്ധിക്കും. കുട്ടികൾക്ക് നല്ല റോൾ മോഡലായിരിക്കണം മാതാപിതാക്കൾ. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നമ്മളുടെ വാക്കുകളും പ്രവർത്തികളും കുട്ടികൾക്ക് പ്രചോദനം ചെയ്യുന്ന രീതിയിലായിരിക്കണം. കുട്ടികളെ ഒരു കാരണവശാലും മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഓരോ കുട്ടികളും യുണീക്കാണ്. അവരുടെ സ്വഭാവവും പെരുമാറ്റവും അവരുടെ ലേണിംഗ് കപ്പാസിറ്റിയും എല്ലാം വ്യത്യസ്തമായിരിക്കും. അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയെയും കമ്പയർ ചെയ്ത് നമ്മളുടെ കുട്ടിയെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് അവരുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത്. ഇതൊക്കെ അവരുടെ ഇൻട്രസ്റ്റും ടാലൻറ്റും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ ഇൻട്രസ്റ്റ് ഒരു ചിത്രം വരയ്ക്കാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ ആ രീതിയിലേക്കാണ് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡോക്ടർ ആകണമെന്നാണ് കുട്ടി പറയുന്നത് എങ്കിൽ ആ രീതിയിലേക്കാണ് നമ്മൾ സയൻസ് സബ്ജക്റ്റ് എടുത്ത് അവന് അതിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ മുന്നോട്ട് നയിക്കാം. അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റും കണക്കിലെടുത്ത് വേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെപ്പിക്കാനായിട്ട് ശ്രമിക്കാവൂ. കുട്ടികളുടെ പഠന സമയക്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നിശ്ചിത സമയം പഠനത്തിനായി മാറ്റിവെക്കുക. കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കി അവരെ പഠിക്കുന്നതിന് വേണ്ടി പ്രേരണ കൊടുക്കുകയും അവർക്ക് പഠിക്കാനുള്ള മറ്റു സാഹചര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ ഒരു കർത്തവ്യം തന്നെയാണ്. കുട്ടികൾക്ക് നല്ല മോറൽ വാല്യൂസ് പറഞ്ഞ് കൊടുത്ത് വളർത്തുക. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പരീക്ഷാ കാലഘട്ടങ്ങളിലൊക്കെ പല കുട്ടികൾക്കും ടെൻഷനും പ്രയാസങ്ങളും ഒക്കെയാണ്. ഞാൻ പഠിച്ചത് വരുമോ ഇല്ലയോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. ആ സമയത്ത് പേരൻസിന് ഒരു ആത്മധൈര്യം കൊടുക്കാം. നീ പഠിച്ചിട്ടുണ്ട്, മോൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോള് പഠിച്ചിട്ടുണ്ട്, തീർച്ചയായും അത് നല്ല രീതിയിൽ എഴുതാൻ പറ്റും, കിട്ടുന്ന മാർക്ക് മതി എന്നുള്ള രീതിയിൽ നമ്മളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത പേരൻസ് ചെയ്യേണ്ട ഒരു കർത്തവ്യം കൂടിയാണ്. കുട്ടികളുടെ സൗഹൃദ വലയം ആരൊക്കെ ഉൾപ്പെട്ടതാണെന്നും അവരുമായി പേരൻസിന് ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കുന്നതും വളരെ നല്ലതാണ്. കാരണം ഇന്നത്തെ യുവതലമുറ പലരും ലഹരിയുടെ അടിമപ്പെട്ടതായിട്ട് പല മാതാപിതാക്കളും വേവലാതിപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമുക്ക് നല്ല സൗഹൃദങ്ങളാണോ നമ്മുടെ കുട്ടികൾ ഓടിച്ചേർന്നിരിക്കുന്നത് എന്നറിയുന്നത് വളരെ നല്ലതാണ്. മാതാപിതാക്കളുടെ മദ്യപാനവും ലഹരിയുടെ അടിമത്വവും വീട്ടിലെ കലഹവും കുട്ടിയുടെ മാനസിക വളർച്ചയെ തകർക്കുന്ന ഒന്നാണ്. പല വീടുകളിലും മാതാപിതാക്കൾ തമ്മിൽ ബഹളവും അടിയും വഴക്കും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ കുട്ടികളെ സാരമായി തന്നെ ബാധിക്കും. അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടും. അച്ഛൻ കരയുന്നതും അമ്മയുടെ കണ്ണുനീരും എല്ലാം കുഞ്ഞു മനസ്സിനെ വല്ലാതെ നോയിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ പഠനത്തിന് കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും. മറ്റു പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു വിമുഖത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും കുട്ടികളുടെ മുമ്പിൽ വെച്ച് പേരൻസ് വഴക്കുണ്ടാക്കുന്നത് ഒഴിവാക്കുക. അവരുടെ പ്രശ്നങ്ങൾ അവരുടേതായ സമയങ്ങൾ കണ്ടെത്തി പരിഹരിക്കുക തന്നെ ചെയ്യണം.
കുട്ടികൾക്ക് മുന്നിൽ കള്ളം പറയാതിരിക്കുക, തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അവരെ കൊണ്ടും കള്ളം പറയിപ്പിക്കരുത്. കല്യാണത്തിനോ മറ്റാവശ്യങ്ങൾക്കോ പോയതിനാൽ പിറ്റേന്ന് സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടിയോട് പനിയായിരുന്നു ആയതിനാലാണ് വരാൻ കഴിയാത്തതെന്ന് ടീച്ചറിനോട് പറയാൻ ആവശ്യപ്പെടുന്ന ചില മാതാപിതാക്കളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവരോട് കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് അച്ഛനറിയാതെ കാശ് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിരിക്കും, അത്യാവശ്യങ്ങൾക്കായിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് കണ്ടു മനസ്സിലാക്കുന്ന കുട്ടിയുടെ ഉത്ബോധ മനസ്സിൽ തോന്നുന്നത് അമ്മ എന്തോ കളവ് ചെയ്യുകയാണെന്നാണ്. പക്ഷേ അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യം ഇതാണെന്നും അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എടുത്തതാണെന്നും അച്ഛൻ വരുമ്പോൾ തന്നെ പറയുമെന്നും നമ്മൾ പറഞ്ഞ് കുട്ടിയെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. അല്ല എങ്കിൽ കള്ളത്തരങ്ങൾ കാണിക്കാനുള്ള ഒരു പ്രവണത നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുട്ടിയുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടാകുന്നത്. അമിത ലാളനയും അമിതമായ ശിക്ഷണവും ഒരിക്കലും ഒരു കുട്ടിയെയും നന്നാക്കിയിട്ടില്ല. അവർക്ക് സ്നേഹം തന്നെയാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന സ്നേഹം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തോടു കൂടി അവരോട് അവരുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ബോധമുള്ളവരാക്കി മാറ്റുകയും എന്താണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും ഒക്കെയാണ് വേണ്ടത്. അതിന് അവരെ അടിക്കുകയോ ശകാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാകുക. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കരുതലോടുകൂടി സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി തന്നെ മക്കളത് ചെയ്തത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ അച്ഛന് അത് വിഷമമായി എന്നുള്ള രീതിയിൽ അവരുടെ ചെയ്ത തെറ്റ് തിരുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. അവശരെയും ദീനരെയും രോഗികളുമായിട്ടുള്ളവരെ സഹായിക്കുന്നതിന് മനസ്സുണ്ടാക്കുക. സാമൂഹ്യ പ്രതിബദ്ധത വളർത്തിയെടുക്കേണ്ടത് കുട്ടികളുടെ ഇടയിൽ വളരെ അനിവാര്യമായ ഒന്നാണെന്ന് പേരൻസ് തീർച്ചയായും മനസ്സിലാക്കണം. കുട്ടികളിൽ കരുണ, ദയ, ആർദ്രത, മറ്റുള്ളവരോടുള്ള അനുകമ്പ, സിമ്പതി, എമ്പതി ഒക്കെ വളർത്താനായിട്ട് നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് കുട്ടികളെ ശീലിപ്പിക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം. അന്യരുടെ വേദന നമ്മളുടെ വേദനയായിട്ട് കണക്കാക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. രോഗികളും മറ്റുള്ളവരെയൊക്കെ സഹായിക്കാനായിട്ട് അവർക്ക് ചില സമയങ്ങൾ കൊടുക്കാം. അതുപോലെ തന്നെ യാത്രകൾ കൊണ്ടുപോകുന്നതൊക്കെ വളരെ നല്ലതാണ്. അവർക്ക് പല ദേശങ്ങളും ഭാഷകളും കാഴ്ചകളും ഒക്കെ കാണാൻ നല്ലത് തന്നെയാണ്. പക്ഷേ വല്ലപ്പോഴും എങ്കിലും എന്നെയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ക്യാൻസർ വാർഡിലൊക്കെ കൊണ്ടുപോകായിരുന്നു അമ്മ. അപ്പം അമ്മയും അച്ഛനും കൂടെ. അതൊക്കെ വലിയ വേദനയും വലിയ മനുഷ്യനെ മനസ്സിലാക്കാനും മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കാനും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം നമ്മൾ ബർത്ത്ഡേക്കോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. കുടുംബത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴെല്ലാം കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായങ്ങളും കൂടെ ചോദിക്കുന്നത് വളരെ നല്ലതാണ്. അവർക്കും തന്നെ സ്വയം തോന്നും, ഞാനും ഈ വീട്ടിലെ വലിയ വേണ്ടപ്പെട്ട ഒരു അംഗമാണ്, എന്നെ എൻ്റെ മാതാപിതാക്കൾ അത്രയേറെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ കൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടി കുട്ടികളോട് അഭിപ്രായം ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ ഒക്കെ വാങ്ങാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കാം. ഏത് തരത്തിലുള്ളത് വാങ്ങണം, എങ്ങനെ വേണം, അതൊക്കെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചകളൊക്കെ ഉണ്ടായി വന്നത് കുട്ടികൾക്ക് മാനസികമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂടാനായിട്ട് വളരെ നല്ലതാണ്. വൈകാരികമായ നിയന്ത്രണം കുട്ടികളിൽ കൈവരിക്കുന്നത് കുട്ടികളിലെ നല്ല വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ഒരു വശമാണ്. കളികൾ കുട്ടികളുടെ മാനസിക ആരോഗ്യ വളർച്ചയ്ക്ക് വളരെ അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ വീടിന് പുറത്തും അകത്തും കളിക്കാനായി അനുവദിക്കണം. നിശ്ചിത സമയം അതിനായി നിജപ്പെടുത്തുകയും ചെയ്യണം. കുട്ടികളുടെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി നിശ്ചിത സമയം നിശ്ചയിക്കുക. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അവരെ കൂടെ ഉൾപ്പെടുത്തി അതിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാനായി ഉള്ള പ്രേരണ നൽകുക. കുട്ടികളുടെ സൗഹൃദ ഫലം ആരൊക്കെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയും അവരുമായി പേരൻസിനൊരു സൗഹൃദം ഉണ്ടാക്കുന്നതും നല്ലതാണ്. കാരണം പല കുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. അത് തിരിച്ചറിയുന്നതിനും അതിൽ നിന്നും നമ്മൾ കുട്ടികളെ വിമുക്തരാക്കുന്നതിനുമൊക്കെ കുട്ടികളുടെ സൗഹൃദ വലയം ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ പഠന സമയക്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പഠനത്തിനായി ഒരു നിശ്ചിത സമയം നിശ്ചയിക്കുക. ഒരു ടൈം ടേബിൾ കുട്ടികളുടെ സഹായത്തോടു കൂടി രൂപപ്പെടുത്തി അവരെ പഠിക്കാനായി പ്രേരിപ്പിക്കാം. കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാക്കി സംസാരിക്കാൻ പാടുള്ളതല്ല.
നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും നന്ദി ഉണ്ടാവണമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. നല്ല ജീവിതം, നല്ല കുടുംബം, അന്തരീക്ഷം, നല്ല പേരൻസ്, ഇങ്ങനെ എല്ലാത്തിനോടും നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നല്ല മോറൽ വാല്യൂസുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുക. അൺകണ്ടീഷണൽ ലവ് പേരൻസിൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്ന് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ വേദനിച്ചാൽ അതേപോലെ വേദനിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മാതാപിതാക്കൾ മാത്രമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് നാം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എവിടെ കുട്ടികൾ വഴിപിഴയ്ക്കാൻ? എല്ലാ കുട്ടികളും നല്ലതായി തന്നെ നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായി തന്നെ വരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ശ്രീകലാസ് ഹോം ബഡ്സിൻ്റെ സ്നേഹം.